വഖഫ് നിയമ ഭേദഗതി ബിൽ ഇസ്ലാം വിരുദ്ധമല്ലെന്ന് അമിത്ഷാ ലോക്സഭയിൽ. പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ടാണ് അമിത്ഷാ രംഗത്ത് വന്നത്. അഴിമതി അവസാനിപ്പിക്കലാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും പ്രതിപക്ഷത്തിന് മറുപടിയായി അമിത്ഷാ പറഞ്ഞു. വഖഫ് ഭേദഗതി ബില്ല് മുസ്ലിം വിരുദ്ധമാണെന്ന് പ്രതിപക്ഷം പ്രചരിപ്പിക്കുന്നത് വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ടാണെന്ന് അമിത്ഷാ പറഞ്ഞു. വഖഫിന്റെ ജോലി മതപരമല്ല. വഖഫ് ബോർഡിൽ കളവ് നടത്തുന്നവരെ ഒഴിവാക്കും. 2013 ഭേദഗതി ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ബില്ലിന്റെ ആവശ്യം ഉണ്ടാകുമായിരുന്നില്ലെന്നും അമിത്ഷാ പറഞ്ഞു. ക്രിസ്ത്യൻ സഭകൾ ബില്ലിനെ അനുകൂലിക്കുന്നുണ്ട്. മുസ്ലിം സഹോദരങ്ങൾക്ക് 4 വർഷം കൊണ്ട് മനസ്സിലാകും ഈ ബില്ലിന്റെ വില. സർക്കാർ ഭൂമി വഖഫ് ആകില്ലെന്ന് അമിത്ഷാ പറഞ്ഞു. അല്ലാഹുവിന്റെ പേരിൽ സ്വത്ത് ദാനം ചെയ്യുന്നതിനെയാണ് വഖഫ് എന്ന് പറയുന്നത്. വഖഫ് ഒരു ചാരിറ്റിയാണ്. മറ്റൊരാളുടെ വസ്തുവകൾ ദാനം ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ കയ്യിലുള്ളതാണ് നിങ്ങൾ ദാനം ചെയ്യുക. സർക്കാർ ഭൂമി വഖഫാകില്ല. വഖഫ് ബില്ല് ഭരണഘടനാ വിരുദ്ധമല്ല. ചിലർ ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഒരു അമുസ്ലിം പോലും ഉണ്ടാകില്ല, അമിത്ഷാ പറഞ്ഞു. എന്നാൽ വഖഫ് ബോർഡിലും വഖഫ് പരിഷത്തിലും മുസ്ലിം ഇതര വിഭാഗത്തിൽ നിന്നുള്ളവർ ഉണ്ടാകുമെന്നും ഷാ കൂട്ടിച്ചേർത്തു. വഖഫിൽ അനാവശ്യമായി കേന്ദ്രത്തിന് ഇടപെടേണ്ട ആവശ്യമില്ല. ന്യൂനപക്ഷങ്ങളെ പേടിപ്പിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. അവരുടെ വോട്ട് ബാങ്ക് സൃഷ്ടിക്കാനാണ് ഈ ശ്രമം. വഖഫിലേക്ക് മുസ്ലിം ഇതര വിഭാഗത്തിൽ നിന്നുള്ളവർ ഉണ്ടാകില്ല. എന്നാൽ വഖഫ് പരിഷത്ത്, വഖഫ് സ്വത്തുക്കൾ, നടത്തിപ്പുകൾ അടക്കമുള്ള കാര്യങ്ങളിൽ വഖഫ് പരിഷത്ത് മേൽനോട്ടം വഹിക്കുമെന്നും അമിത്ഷാ പറഞ്ഞു. അതേസമയം വഖഫ് നിയമ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ച ലോക്സഭയിൽ തുടരുകയാണ്. ബില്ലിലൂടെ മുസ്ലിം വിഭാഗത്തെ ഒറ്റപ്പെടുത്താൻ ശ്രമമെന്ന് CPIM അംഗം കെ രാധാകൃഷ്ണൻ കുറ്റപ്പെടുത്തി. വഖഫ് ബില്ലിനെതിരെ നിയമസഭ പാസാക്കിയ പ്രമേയം അറബിക്കടലിലാകുമെന്ന് സുരേഷ് ഗോപിയും മറുപടി നൽകി. BJP മതത്തിന്റെ പേരിൽ ജനങ്ങളെ വിഭജിക്കാൻ ശ്രമിക്കുന്നുവെന്ന് KC വേണുഗോപാലും കുറ്റപ്പെടുത്തി. പ്രതിപക്ഷത്തിന്റേത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണെന്നാണ് ലോക്സഭയിൽ അമിത്ഷായുടെ പ്രതികരണം. വഖഫ് ബില്ല് മുസ്ലിം വിരുദ്ധമല്ലെന്നും ബില്ലിന്റെ പേരിൽ ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിങ്ങളുടെ വഖഫിലേക്ക് ഒരു അമുസ്ലിങ്ങളും വരില്ല. ഇസ്ലാമിക ആരാധനാലയങ്ങൾ നിയന്ത്രിക്കാനല്ല അമുസ്ലിങ്ങളെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തുന്നത്. ന്യൂനപക്ഷങ്ങളുടെ പൈസ കട്ടെടുക്കുന്നവരെ പിടികൂടാൻ കൂടിയാണ് പുതിയ ബില്ല്. ദാനം കിട്ടിയ ഭൂമിയാണ് വഖഫ്. ആ വസ്തുവകളുടെ പരിപാലനത്തിനാണ് വഖഫ് ബോർഡ്. മുസ്ലിം സമുദായങ്ങളുടെ നേട്ടങ്ങൾക്കായിട്ടാണ് ഈ ബില്ലെന്നും KC വേണുഗോപാൽ പറഞ്ഞു. പ്രതിഷേധങ്ങൾക്കും വിവാദങ്ങൾക്കും ഇടയിലാണ് വഖഫ് നിയമ ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ആരാധനാലയങ്ങൾ നിയന്ത്രിക്കാനാവില്ല. വഖഫ് ഭൂമികൾ നിയന്ത്രിക്കാൻ മാത്രമാണ് ബില്ലെന്നും ബില്ല് അവതരണം നടത്തി ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ബില്ല് അവതരണത്തിൽ തടസ്സവാദവുമായി രംഗത്തെത്തിയ പ്രതിപക്ഷം ബില്ല് സമൂഹത്തെ വിഭജിക്കുന്നതാണെന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്തു. നിയമനിർമ്മാണത്തെ കേന്ദ്രം അട്ടിമറിക്കുന്നുവെന്ന് KC വേണുഗോപാലും പുതിയ വ്യവസ്ഥകൾ ഉൾക്കൊള്ളിക്കാൻ JPCക്ക് അധികാരമില്ലെന്ന് NK പ്രേമചന്ദ്രനും പറഞ്ഞു. ഭേദഗതി കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരത്തോടെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടിയും നൽകി.